ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ സെക്ഷനാണ്. തേർഡ് മൊഡ്യൂൾ ബൗണ്ട്സ് ഇൻ കോഡിംഗ് തിയറി, സെക്ഷൻ 5.1 ദ മെയിൻ കോഡിംഗ് തിയറി പ്രോബ്ലം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം എന്താണ് ഈ സെക്ഷനിൽ പറയുന്നതാണ്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ക്യൂറി NMD കോഡ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു ക്യൂറി NMD കോഡ്. ഈ NMD എന്ന് പറയുന്നത് ഈ കോഡ് സിയുടെ പാരാമീറ്റേഴ്സ് ആണ് അല്ലെ. N എന്താണ് ലെങ്ത് ഓഫ് ദ കോഡ്, M എന്താണ് സൈസ് ഓഫ് ദ കോഡ്, അതായത് ആ കോഡ് സിക്കകത്ത് എത്ര വേർഡ്സ് ഉണ്ട്, കോഡ് വേർഡ്സ് ഉണ്ട്. D is the distance of the code. ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇതിൽ ഈ ലെങ്ത് ഓഫ് ദ കോഡ് N-ഉം ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് D-യും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എമ്മിനെ നമ്മൾ എഫിഷ്യൻസി ഓഫ് ദ കോഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എഫിഷ്യൻസി ഓഫ് ദ കോഡ് എന്ന് പറയാൻ കാര്യം? ഓൾറെഡി നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ട്രാൻസ്മിഷൻ റേറ്റ് ഓർ ഇൻഫർമേഷൻ റേറ്റ് R(C) ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഓൾറെഡി. എന്താണ്? ഈക്വൽ ടു ലോഗ് M ടു ദ ബേസ് Q ഡിവൈഡഡ് ബൈ N. ഇതാണ് ആ കോഡിന്റെ ട്രാൻസ്മിഷൻ റേറ്റ് ഓർ ഇൻഫർമേഷൻ റേറ്റ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് M കൂടുമ്പോൾ, സൈസ് ഓഫ് ദ കോഡ് M കൂടുമ്പോൾ ട്രാൻസ്മിഷൻ റേറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ റേറ്റും കൂടും. അതായത് ആ കോഡിന്റെ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റർ ആണ് M അല്ലെ. M കൂടുമ്പോൾ ഇൻഫർമേഷൻ റേറ്റ് കൂടും. ഇൻഫർമേഷൻ റേറ്റ് ആണ് നമ്മുടെ കോഡിന്റെ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, ഇൻഫർമേഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എഫിഷ്യൻസി. സോ അപ്പോൾ നമ്മൾ എമ്മിനെ കോഡിന്റെ എഫിഷ്യൻസി എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഒരു കോഡ് നമ്മളൊരു കോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ M എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലുതാക്കാൻ നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിറ്റർമിൻസ് ആക്ച്വലി ഒരു കോഡ് എത്രത്തോളം എറർ കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നോക്കുന്നത് നമ്മൾ D എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം D എന്ന് പറയുന്നത് ഡിറ്റർമിൻസ് ദ എറർ കറക്റ്റിംഗ് capability ഓഫ് ദ കോഡ് C. എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി. സോ അതുകൊണ്ട് തന്നെ D എത്രത്തോളം വലുതാണോ അത്രത്തോളം എറേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മളൊരു കോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ M-ഉം D-യും ഏറ്റവും എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കാൻ നോക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും M-ഉം D-യും എത്രത്തോളം വലുതാക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും വലുതാക്കാൻ പറ്റുമോ? ഇല്ല, അതിനൊരു ബൗണ്ട് ഉണ്ട്. ഓക്കെ, എത്ര വേണമെങ്കിലും നമുക്ക് M-ഉം D-യും വലുതാക്കാൻ പറ്റില്ല. മാക്സിമം ഇത്ര M-ഉം D-യും വലുതാക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആ ലിമിറ്റാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കോഡിംഗ് തിയറിയിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു പുതിയ ടേം നോക്കുവാണ്. എന്താണ് റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ്? ഇതിന്റെ നൊട്ടേഷൻ ഡെൽറ്റ എന്നാണ്. അപ്പോൾ ഒരു കോഡ് സിയുടെ റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ഡെൽറ്റ ഓഫ് C ഇസ് ഡിഫൈൻഡ് ആസ് D-1/N. ഓക്കെ, അതായത് മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് -1 ഡിവൈഡഡ് ബൈ
ലെങ്ത് ഓഫ് ദ കോഡ്. എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ഡെൽറ്റ ഓഫ് സി ഡിഫൈൻ ചെയ്യുന്നത്. വേറെ ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ വേറെ ചില ഓതേഴ്സ് ഈ ഡെൽറ്റയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി ബൈ എൻ എന്നാണ്. പക്ഷേ നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി മൈനസ് 1/n എന്നാണ്. അങ്ങനെ ഡിഫൈൻ ചെയ്തതിന് കാരണങ്ങളുണ്ട്. ചില ഫോർമുലാസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ ഈ ഡെഫിനിഷനാണ് നല്ലത്. ഓക്കെ, ഇനി നമ്മൾ 3 എക്സാമ്പിൾസ് നോക്കുവാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദ കോഡ് സി ഇസ് ഈക്വൽ ടു FQN. നിങ്ങൾക്ക് ഈ കോഡ് ഫെമിലിയർ ആണല്ലോ. ഈ കോഡിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാവോ? ലെങ്ത് ഓഫ് ദ കോഡ് എന്താണ്? എൻ എന്താണ്? ഓഫ് കോഴ്സ് എൻ ആണ് അല്ലെ, സ്മോൾ ലെറ്റർ എൻ. ഇനി സൈസ് ഓഫ് ദ കോഡ് എന്ന് പറയാവോ? എത്ര കോഡ് വേർഡ്സ് ഇതിനകത്തുണ്ട് FQN-ൽ? Q⁻n ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും 2 കോഡ് വേർഡ്സ്, എല്ലാ പെയർ ഓഫ് കോഡ് വേർഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കോർഡിനേറ്റ്സിൽ അവര് ഡിഫറെന്റ് ആയിട്ടുണ്ട്, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പെയർ ഓഫ് കോഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. അതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിസ്റ്റൻസ് 1 ആണ്, അറിയാം അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഒരു ലീനിയർ കോഡാണ്. ലീനിയർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്പേസ് ആയിരിക്കണം അല്ലെ? FQN-ന്റെ സബ്സ്പേസ് ആണ്. അപ്പൊ ഇതൊരു ലീനിയർ കോഡാണ്. ലീനിയർ കോഡ് ആണെങ്കിൽ നമുക്ക് പാരാമീറ്റേഴ്സിനെ NKD എന്നും കൂടെ പറയാം. വേർ K എന്താണ്? ഡയമെൻഷൻ ഓഫ് ദ കോഡ്. ഓക്കെ, അപ്പൊ ഇവിടെ NKD എന്താണ്? N തന്നെ. K എന്ന് പറയുന്നത് N ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1. ഡയമെൻഷൻ കാണുന്ന വിധമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. NKD. ഓക്കെ, അപ്പൊ ഇവിടെ R ഓഫ് സിയും ഡെൽറ്റ ഓഫ് സിയും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. R ഓഫ് സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലോഗ് m ടു ദ ബേസ് Q ഡിവൈഡഡ് ബൈ n അല്ലെ? അതായത് ലോഗ്, ഇവിടെ Q എന്താണ്? Q0 Q ആയിട്ട് തന്നെ വയ്ക്കാം. ക്യൂറി കോഡ് അല്ലേ? M സൈസ് ഓഫ് ദ കോഡ് എന്താണ് ഇവിടെ? Q⁻n ആണ് ഡിവൈഡഡ് ബൈ n. ദിസ് ഈസ് ഈക്വൽ ടു ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വെച്ച് n ഡിവൈഡഡ് ബൈ n. അറിയാലോ അല്ലേ? Q⁻n എന്ന് പറയുന്നത് Qന്റെ എത്രാമത്തെ പവറാണ്? nth പവർ അല്ലേ? ഈ പവറാണ് ആൻസർ ആയിട്ട് വരുന്ന ലോഗരിതം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. ആൻഡ് ഡെൽറ്റ ഓഫ് സി എന്ന് പറയുന്നത്, ഡെൽറ്റ ഓഫ് സി എന്താ? D-1/n. D-1, D എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? D-1, D എന്ന് പറയുന്നത് ഇവിടെ ഡിസ്റ്റൻസ് 1 ആണ് അല്ലേ? സോ 1 - 1/n ദാറ്റ് ഈസ് 0. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ R ഓഫ് സി 1ഉം ഡിസ്റ്റൻസ് മീൻസ് മിനിമം ഡിസ്റ്റൻസ്, റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, അപ്പം R ഓഫ് സി 1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ റേറ്റിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ആ മാക്സിമം വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ കോഡിന്റെ എഫിഷ്യൻസി മാക്സിമം ആണ്. പക്ഷേ റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ഇവിടെ 0 ആണ്, അത് ഏറ്റവും കുറവാണ് അല്ലേ? അപ്പം ഈ കോഡ് ഈ കോഡിന്റെ എറർ കറക്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ലോ റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ഇംപ്ലൈസ് എ റിലേറ്റീവ്ലി ലോ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി. ഓക്കെ, സോ അപ്പോൾ ഈ കോഡിന് ഇൻഫർമേഷൻ റേറ്റ് കൂടുതലാണെങ്കിലും മാക്സിമം ആണെങ്കിലും എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കോഡ് നോക്കാം. ഇതാണ് നമ്മുടെ കോഡ് C is equal to. ഇവിടെ കോഡ് വേർഡ്സ്, എത്ര കോഡ് വേർഡ്സ് ഉണ്ട്? 2 കോഡ് വേർഡ്സ് ഉണ്ട്. കോഡ് വേർഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, n ആണ് ലെങ്ത് അല്ലേ? അപ്പോൾ ലെങ്ത് n ആണ്. സൈസ് എത്ര കോഡ് വേർഡ്സ് ഉണ്ട്? 2 എണ്ണം. ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിയേ, ഓരോ കോർഡിനേറ്റ്സിലും എത്ര കോർഡിനേറ്റ്സ് ഡിഫർ ചെയ്തിട്ടുണ്ട്? എല്ലാ കോർഡിനേറ്റ്സും ഡിഫറെന്റ് ആണ് അല്ലേ? സോ n is the distance also. ഓക്കെ, അപ്പൊ ഇതൊരു ലീനിയർ കോഡാണ്. ലീനിയർ കോഡാണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം.
ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ, കോഡ് വേർഡ്സ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, സബ് സ്പേസ് ആണോ എന്ന് നോക്കാൻ. സോ അപ്പം ഇവിടെ n തന്നെയാണ്. കെ എന്താണെന്ന് പറയാവോ? ഡയമെൻഷൻ 1 അല്ലേ ഡയമെൻഷൻ നോക്കാൻ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് n തന്നെയാണ്. ഇതും ഒരു ലീനിയർ കോഡാണ്. ലീനിയർ കോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് പറയുന്നത്. ഇവിടെ ഇൻഫർമേഷൻ റേറ്റ് നോക്കുക. ലോഗ് ഇവിടെ ക്യൂ എന്താണ്? ആൽഫബറ്റ്സ് 0 1 മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. സോ ടൂറി കോഡാണ്, ബൈനറി കോഡാണ്. സോ ദിസ് ഈസ് എ ലീനിയർ ബൈനറി കോഡ്. log m to the base 2 by n, that is log m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 to the base 2 divided by n തന്നെ അല്ലേ. സോ ഇത് 1 by n നോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ഓഫ് സി എടുക്കുവാണെങ്കിൽ n-1 by n. ഓക്കെ, ഇനി as n tends to infinity ഈ വാല്യൂസ് എങ്ങോട്ട് പോകുന്നുണ്ട്? tends to 0 and this one tends to 1. എപ്പോഴാണ്? as n tends to infinity. സോ അപ്പം n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഇൻഫർമേഷൻ റേറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് കോഡിന്റെ എഫിഷ്യൻസി ഒട്ടുമില്ല അല്ലെ, 0 ആണെന്ന് പറയാം. ഈ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ, അതായത് ലെങ്ത് വെരി ലാർജ് ആവുമ്പോൾ, ലെങ്ത് ഓഫ് ദ കോഡ് വേർഡ് വെരി ലാർജ് ആവുമ്പം റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ടെൻസ് ടു 1 ആണ്. ദാറ്റ് മീൻസ് മാക്സിമം ആണ് അല്ലെ. അതിന്റെ അർത്ഥം ഈ കോഡിന്റെ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി വളരെ വലുതാണ്. പക്ഷെ അതായത് എക്സലന്റ് എറർ കറക്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ വെരി ലോ എഫിഷ്യൻസിയാണ് ഈ കോഡിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ കോഡിന്റെ പേര് ഹാമിംഗ് കോഡ്സ് എന്നാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പിന്നെ നോക്കുന്നതാണ്. ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഓഫ് ബൈനറി ലീനിയർ കോഡ്സ് ആണ് വിത്ത് പാരാമീറ്റേഴ്സ് NMD. ഇതാണ്, നോട്ട് ചെയ്ത് വെക്കണേ. ഹാമിംഗ് കോഡ്സിന്റെ പാരാമീറ്റേഴ്സ് ലെങ്ത് ഓഫ് ദ കോഡ് 2⁻⁻⁻1, സൈസ് ഓഫ് ദ കോഡ് 2⁻⁻R ആൻഡ് മിനിമം ഡിസ്റ്റൻസ് ഈസ് 3. ഇതാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഓർ NKD എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2⁻R-1 R. ഇവിടെ R എന്ന് പറയുന്നത് എനി പോസിറ്റീവ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇനി നമ്മൾ ഇവിടെയും ഇൻഫർമേഷൻ റേറ്റും റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പോവാണ്. R ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ R ഓഫ് C എന്താണ്? ബൈ ഡെഫിനിഷൻ ബൈനറി കോഡ് അല്ലേ, അപ്പൊ Q എന്ന് പറയുന്നത് 2 ആണ്. M എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്, 2⁻n-R ഡിവൈഡഡ് ബൈ n എന്താണ്? 2⁻R-1 അല്ലേ. ഇനി ദിസ് ഈസ് ഈക്വൽ ടു ലോഗരിതത്തിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ന്യൂമറേറ്ററിലുള്ള ലോഗരിതം എന്ന് പറയുന്നത് ആ പവറിനോട് ഈക്വൽ n-R ഡിവൈഡഡ് ബൈ 2⁻R-1. ഈ n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2⁻R-1 ഈക്വൽ അല്ലേ. സോ 2⁻R-1 ഡിവൈഡഡ് ബൈ -R കൂടെ ഉണ്ട്, n-R അല്ലേ, 2⁻R-1. ഇനി R ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇത് എന്തിലോട്ട് പോകും? മുകളിലും ഇൻഫിനിറ്റി, താഴെ ഇൻഫിനിറ്റി. സോ ടെൻസ് ടു 1 അല്ലേ. റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് ഡെൽറ്റ ഓഫ് സി കാൽക്കുലേറ്റ് ചെയ്യാം. D-1 by n. D ഇവിടെ എന്താണ്? 3 ആണല്ലേ. 3-1 by n, that is 2 by n. 2 by n tends to, ഈ n എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്?
2 raised to r minus 1. ഇനി r ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇതെന്ത് വരും? 2 by infinity, that is 0 അല്ലേ? സോ അപ്പം r ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഇൻഫർമേഷൻ റേറ്റ് 1, അതായത് മാക്സിമം ആണ്. r ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ റിലേറ്റീവ് മിനിമം ഡിസ്റ്റൻസ് 0, ദാറ്റ് ഈസ് വെരി ലോ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി എന്ന് പറയാം. എഫിഷ്യൻസി കൂടുതലാണ്, പക്ഷെ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി കുറവാണ്. അപ്പൊ ഈ 3 കോഡ്സിൽ ഒന്നുകിൽ എഫിഷ്യൻസി മാക്സിമം ആവും, അപ്പൊ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി വളരെ ചെറുതാവും അല്ലെ, അല്ലെങ്കിൽ എറർ കറക്റ്റിംഗ് കേപ്പബിലിറ്റി മാക്സിമം ആണ്, പക്ഷെ എഫിഷ്യൻസി വളരെ കുറവാണ്. പക്ഷെ നമ്മളൊരു കോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒപ്റ്റിമൽ ആകത്തക്ക രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, 3 എക്സാമ്പിൾസ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു ടേം പുതുതായിട്ട് കാണാം, AQ ഓഫ് ND. AQ ഓഫ് ND ഡിഫൈൻ ചെയ്തിരിക്കുന്നത് we are given a code alphabet A of size Q. A എന്ന് പറയുന്നത് ആൽഫബറ്റ് ഓഫ് സൈസ് Q ആണ്. ഓക്കെ, ഇനി given values of N and D, അതായത് N-ഉം D-യും ഫിക്സ്ഡ് ആണ്, തന്നിരിക്കുന്ന വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ AQ ഓഫ് ND എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ AQ ഓഫ് ND ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ പോസിബിൾ NMD കോഡ്സ് ഓവർ A എടുക്കുക, എന്നിട്ട് ആ കോഡ്സിന്റെ ഒക്കെ സൈസുകൾ എമ്മുകൾ നോക്കുക. ഈ എമ്മില് ഏറ്റവും മാക്സിമം എം ആണ് നമ്മൾ AQ ഓഫ് ND ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ അപ്പം AQ ഓഫ് ND എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോസിബിൾ സൈസ് M for which there exists an NMD code over the alphabet, query alphabet A. Okay, അപ്പം AQ of ND is defined as the largest possible size of size M such that there exists an NMD code over A. Okay, ഈ അതായത് N-ഉം D-യും ഫിക്സ് ചെയ്യുമ്പം ഒരു NMD കോഡിന് എടുക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് സൈസിനെയാണ് നമ്മൾ M എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ലാർജസ്റ്റ് സൈസ് M സൈസ് ആയിട്ട് വരുന്ന ആ കോഡിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ കോഡ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ കോഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് കോഡാണ്? ഒപ്റ്റിമൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു NMD കോഡാണ് ഓവർ ദ ആൽഫബറ്റ് A ഓഫ് സൈസ് Q സച്ച് ദാറ്റ് ഈ കോഡിന്റെ സൈസ് M എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഏറ്റവും മാക്സിമം ആയിരിക്കണം. ആ മാക്സിമത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ AQ ഓഫ് ND ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കോഡിംഗ് തിയറി പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. AQ ഓഫ് ND കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ മെയിൻ കോഡിംഗ് തിയറി പ്രോബ്ലം. AQ ഓഫ് ND എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, അതായത് N-ഉം D-യും ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് സൈസ് ഓഫ് എൻ NMD കോഡ്, ഒരു NMD കോഡിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസിനെയാണ് നമ്മൾ AQ ഓഫ് ND എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം. അതായത് M വലുതാവും തോറും എഫിഷ്യൻസി കൂടും. എഫിഷ്യൻസി കൂടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഏറ്റവും ലാർജസ്റ്റ് M കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അനദർ ഡെഫിനിഷൻ BQ ഓഫ് ND. BQ ഓഫ് ND എന്ന് പറയുന്നത് ഇത്രയുള്ള ഡിഫറൻസ്. നമ്മൾ NKD കോഡുകൾ, ലീനിയർ കോഡ്സുകളാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ FQ, so we are considering set of all NKD codes over FQ and we are noting the size of the code. Size of the code ഇവിടെ Q raised to K ആണ്. അങ്ങനെയുള്ള Q raised to K യില് ഏറ്റവും മാക്സിമം സൈസിനെയാണ് BQ ഓഫ് ND എന്ന് പറയുന്നത്. അപ്പൊ BQ ഓഫ് ND നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ലാർജസ്റ്റ് പോസിബിൾ സൈസ് ഓഫ് എ NKD ലീനിയർ കോഡ് എന്ന് പറയാം അല്ലെ, ലീനിയർ കോഡ് ഫോർ എ ഫിക്സ്ഡ് N and D. ഓക്കെ, അപ്പൊ AQ ഓഫ് ND BQ ഓഫ് ND കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം.
ഇനി നമുക്കത് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് നമ്മുടെ ഒരു എളുപ്പമുള്ള ഒരു തിയറം ഉണ്ട്. ബൗൺസ് മാക്സിമം എത്രയാവാം, എ ക്യൂവും ബി ക്യൂവും മാക്സിമം എത്രയാവാം എന്നുള്ള ബൗൺസ് കണ്ടുപിടിക്കുന്ന ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബി ക്യൂ ഓഫ് ഈ ഇനീക്വാളിറ്റിയുടെ ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ നോക്കാൻ പോവാണ്. അത് ക്ലിയർ ആണ്. എ ക്യൂ ഓഫ് എൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ കൺസിഡറിങ് സെറ്റ് ഓഫ് ഓൾ കോഡ്സ് സി set of all codes C such that C is an NMD കോഡുകളാണ് അല്ലേ. അതേസമയം ബി ക്യൂ ഓഫ് എൻ ഡി എന്ന് പറഞ്ഞാൽ വി ആർ കൺസിഡറിങ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോഡ്സ് സി സച്ച് ദാറ്റ് NMD ലീനിയർ കോഡ്സ് ആണ് അല്ലേ. എന്നിട്ട് പോസിബിൾ എമ്മുകൾ കണ്ടുപിടിക്കുക, എമ്മിന്റെ മാക്സിമം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ സെറ്റുകളിൽ ആരാണ് വലിയ സെറ്റ്? രണ്ടാമത്തെ റൈറ്റിലുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ NMD കോഡ്സും കൺസിഡർ ചെയ്യും. ലെഫ്റ്റിലുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ കോഡ്സ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ ക്ലിയർ ആണ്, റൈറ്റിലുള്ള സെറ്റാണ് വലിയ സെറ്റ് അല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു മാക്സിമം ഓഫ് set of all q raised to k അല്ലെങ്കിൽ m എന്ന് തന്നെ പറയാം അല്ലേ. ഇങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ m ലീനിയർ കോഡ്സിന്റെ കേസിൽ m എന്ന് പറഞ്ഞാൽ q raised to k ആണ്. such that NMD ഒരു ലീനിയർ കോഡ്സ് മാത്രം എടുക്കുക. ഇവിടെ സെറ്റ് ഓഫ് ഓൾ എം സച്ച് ദാറ്റ് എല്ലാ NMD കോഡ്സും എടുത്തു. ഇവിടെ ലീനിയർ കോഡ്സ് മാത്രമാണ്, ലീനിയർ NMD കോഡ്സ് മാത്രമാണ്. ഈ സെറ്റിൽ ആരായിരിക്കും വലുത്? ഓഫ് കോഴ്സ് ഇത് തന്നെയാണ് വലുത് അല്ലെ, റൈറ്റിലുള്ള ആളാണ് വലുത്. അപ്പൊ പിന്നെ ഞാൻ രണ്ട് സൈഡിലും മാക്സിമം എടുക്കുവാണെങ്കിൽ ആരായിരിക്കും വലുത്? വലിയ സെറ്റിന്റെ മാക്സിമം ആയിരിക്കും വലുതാവാൻ ചാൻസ് അല്ലേ. അപ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മാക്സിമം എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ദ റൈറ്റ് സൈഡ് എന്ന് പറയാം, റൈറ്റിലുള്ള സെറ്റ് എന്ന് പറയാം അല്ലേ. അപ്പം ഇതാരാണ്? ഇത് നമ്മുടെ ബി ക്യൂ ഓഫ് എൻ ഡി ആണ്. ഇതാരാണ്? എ ക്യൂ ഓഫ് എൻ ഡി. അപ്പൊ ഇതൊരു ജസ്റ്റ് സാധാ ഒരു ചെറിയൊരു ലോജിക്കാണ്. സാധാ ലോജിക്ക് യൂസ് ചെയ്ത് മനസ്സിലാക്കിയാലും മതി. ഇത്രേ ഉള്ളൂ. എ ക്യൂ ഓഫ് എൻ ഡി നമ്മൾ കണ്ടുപിടിക്കുമ്പം എല്ലാ കോഡ്സും കൺസിഡർ ചെയ്യും, എന്നിട്ടാണ് മാക്സിമം എടുക്കുന്നത്. ബി ക്യൂ ഓഫ് എൻ ഡി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലീനിയർ കോഡ്സ് മാത്രം കണ്ടുപിടിച്ചിട്ടാണ് സൈസിന്റെ മാക്സിമം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് എ ക്യൂ ഓഫ് എൻ ഡി എന്തായാലും ചെറുതാവില്ല, ഈക്വലോ വലുതോ ആയിരിക്കും. അതാണ് ഈ ഫസ്റ്റ് ഇനീക്വാളിറ്റി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ട് പ്രൂവ് ചെയ്യാം. അതായത് എ ക്യൂ ഓഫ് എൻ ഡിയും ബി ക്യൂ ഓഫ് എൻ ഡിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ റൈസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അതിനുവേണ്ടി ഏതൊരു NMD കോഡ് ഓവർ FQ എടുത്താലും അത് FQNന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കും. അതറിയാലോ. ഏതൊരു NMD കോഡ് ഓവർ FQ എടുത്താലും അത് FQNന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി FQNന്റെ സൈസ് നമുക്കറിയാലോ, എന്താണ്? Q raised to n. ഓക്കെ, സോ അപ്പം ഈ NMD കോഡിന്റെ സൈസ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്ന് പറയാം.
ഞാൻ പറഞ്ഞത് ഏതൊരു NMD കോഡ് എടുത്താലും FQNന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ FQNന്റെ സൈസ് എന്താണ്? Q⁻n ആണ്. സോ അപ്പം ഏതൊരു NMD കോഡ് എടുത്താലും അതിന്റെ സൈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ. സോ അപ്പൊ കിട്ടിക്കഴിഞ്ഞു നമുക്ക് AQ ഓഫ് ND ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n എന്നും കിട്ടി. അതുപോലെ BQ ഓഫ് ND ലീനിയർ കോഡ് എടുത്താലും ഇത് തന്നെയല്ലേ അവസ്ഥ? ഏതൊരു NMD കോഡ് എടുത്താലും ഇതാണ്. സോ ഇപ്പം ലീനിയർ കോഡ് എടുത്താലും ഇത് തന്നെയാണ്. ഇപ്പൊ രണ്ടും Q⁻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n ആണെന്ന് പറയാം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് റിസൾട്ട്, ഫസ്റ്റ് ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഓക്കെ. ഇനി ഈ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് BQ ഓഫ് N1 ഈക്വൽ ടു AQ ഓഫ് N1 ഈക്വൽ ടു Q⁻n. അതായത് ഡിസ്റ്റൻസ് D1 ആവുമ്പോൾ എന്താണ് AQ, എന്താണ് BQ? രണ്ടും Q⁻n ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഡിസ്റ്റൻസ് 1 ആവുന്ന ഒരു കോഡ് ഞാൻ എടുക്കുവാണ്. FQN എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ? ലെങ്ത് n ആണ്, സൈസ് ഇവിടെ സൈസ് അല്ല, ലീനിയർ കോഡ് ആയതുകൊണ്ട് ഡയമെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് K ആണ് കേട്ടോ. K ഈക്വൽ ടു n ആണ്. അതുപോലെ ഡിസ്റ്റൻസ് 1 ആണ്. FQN എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 1 ആയിട്ടുള്ള ഒരു ലീനിയർ കോഡാണ്. ഓക്കെ. ഇവിടെ NMD പാരാമീറ്റേഴ്സ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നുകിൽ NMD ഇതാണ് പാരാമീറ്റേഴ്സ്, ലീനിയർ കോഡ് ആണെങ്കിൽ NKD, ഇങ്ങനെ വേണേലും പറയാം. ഓക്കെ. ലീനിയർ കോഡ് ആണെങ്കിലാണ് ഞാൻ ഫസ്റ്റ് ഈ പാരാമീറ്റേഴ്സ് പറഞ്ഞത്. അല്ല, ലീനിയർ അല്ല എങ്കിൽ NMD വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് ഇതാണ്. അതായത് M is equal to K, N ആണെങ്കിൽ M എന്താവും? Q⁻n ആവും. ഓക്കെ. അപ്പൊ നമുക്കൊരു ഡിസ്റ്റൻസ് 1 ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോഡ് നമ്മൾ എടുത്തതാണ്. FQN ഡിസ്റ്റൻസ് 1 ആയിട്ടുള്ള ഒരു കോഡാണ്. ഇനി സോ അപ്പം ഇവിടുത്തെ സൈസ് എന്താണ്? ഈ കോഡിന്റെ സൈസ് എന്താണ്? Q⁻n ആണല്ലോ. ഈ പർട്ടിക്കുലർ കോഡിന്റെ സൈസ് Q⁻n ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ BQ ഓഫ് N1 Q⁻n ഉം ഈ കോഡിന്റെ സൈസാണ് Q⁻n അല്ലെ? തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? BQ ഓഫ് N1 എന്താണ്? ഡിസ്റ്റൻസ് 1 ഉം ലെങ്ത് n ഉം ആയിട്ടുള്ള കോഡുകളിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് സൈസിനെയാണ് BQ ഓഫ് N1 എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ Q⁻n എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 1 ആയിട്ടുള്ള ലെങ്ത് n ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കോഡാണ് FQN. അതിന്റെ സൈസ് ആണ് Q⁻n അല്ലെ? അപ്പം BQ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോഡുകളിലെ ലാർജസ്റ്റ്. ഓഫ് കോഴ്സ് BQ ആയിരിക്കും വലുതാവുക. BQ എന്തായാലും ചെറുതാവില്ല. ഓക്കെ. ഇനി ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് BQ ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n ബൈ പാർട്ട് 1. ഓക്കെ. ക്ലിയർ ആയാലോ? BQ എന്ന് പറയുന്നത് മാക്സിമം ആണ്. 1 ഡിസ്റ്റൻസ് n ലെങ്തും ഉള്ള കോഡുകളിൽ സൈസ് പോസിബിൾ ലാർജസ്റ്റ് സൈസ് ആണ് BQ. ഒരു പർട്ടിക്കുലർ കോഡിന്റെ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ കോഡിന്റെ സൈസ് ആണ് Q⁻n. സോ Q⁻n ഒബ്വിയസ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു BQ ഓഫ് N1 ആണ്. പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് BQ ഓഫ് N1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n എന്നും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം ഒരേ ആൾക്കാരല്ലേ? സോ BQ ഓഫ് N1 ഈക്വൽ ടു Q⁻n എന്ന് പറയാം. ഓക്കെ. ഓൾസോ ഫ്രം ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നോക്കിക്കേ. ഇതല്ലേ നമ്മുടെ ഇനീക്വാളിറ്റി. ഈ ഇനീക്വാളിറ്റിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണെന്ന് കിട്ടി. അപ്പൊ പിന്നെ നടുക്കത്തെ ആളും ഈക്വൽ ആയിരിക്കുമല്ലോ. ത്രൂ ഔട്ട് ഇക്വാളിറ്റി വരും അല്ലേ? സോ അപ്പൊ നമുക്ക് പറയാം BQ ഓഫ് N1
ഈക്വൽ ടു എ ക്യു ഓഫ് n1 ഈക്വൽ ടു ക്യൂ റേസ് ടു n. ആ ഫസ്റ്റ് ഇൻഇക്വാളിറ്റിയിൽ ത്രൂ ഔട്ട് ഇക്വാളിറ്റി സൈൻ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്, തിയറത്തിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ എ ക്യൂവും ബി ക്യൂവും ക്യൂ റേസ് ടു എന്നിനോട് ഈക്വൽ ആണ്. ഇനി തേർഡ് പാർട്ട്, ബി ക്യൂ ഓഫ് എൻ എൻ ഈക്വൽ ടു എ ക്യൂ ഓഫ് എൻ എൻ ഈക്വൽ ടു ക്യൂ. അതായത് ഡിസ്റ്റൻസ് n ആണെങ്കിൽ എ ക്യൂവും ബി ക്യൂവും ക്യൂവിനോട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഡിസ്റ്റൻസ് n ആയിട്ടുള്ള ഒരു NMN കോഡ് ഓവർ FQ കൺസിഡർ ചെയ്തു. CB സച്ച് കോഡ്. ഓക്കെ, ഇനി ഇവിടെ ഡിസ്റ്റൻസ് n ആണ്. ഡിസ്റ്റൻസ് n എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് കോഡ് വേർഡ്സ് അല്ലേ. അപ്പം ഏത് രണ്ട് കോഡ് വേർഡ്സ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ എന്താവണം? ഡിസ്റ്റൻസ് ഏത് രണ്ട് കോഡ് വേർഡ്സ് എടുത്താലും ഡിസ്റ്റൻസ് ഈസ് ബൈ ഡെഫിനിഷൻ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് n അല്ലേ. d എന്ന് പറയുന്നത് ഏത് രണ്ട് കോഡ് വേർഡ് തമ്മിലുള്ള ഡിസ്റ്റൻസുകളുടെ മിനിമം വാല്യൂ ആണ്. അപ്പം നമ്മൾ ഏത് രണ്ട് കോഡ് വേർഡ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ് ആവേണ്ടത്. പക്ഷേ ഗ്രേറ്റർ ദാൻ n പോസിബിൾ ആണോ? സൈസ് ലെങ്ത് ഓഫ് ദ കോഡ് n അല്ലേ. അപ്പൊ പിന്നെ ഗ്രേറ്റർ ദാൻ n പോസിബിൾ അല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ അല്ല, ഈക്വൽ ടു n ആയിരിക്കും. ഓക്കെ, അപ്പം ഏത് രണ്ട് കോഡ് വേർഡ് എടുത്താലും d n ആണെങ്കിൽ ഏത് രണ്ട് കോഡ് വേർഡ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു n ആയിരിക്കും. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, എല്ലാ ഡിസ്റ്റൻസ് n ആണെന്ന് പറഞ്ഞാൽ ലെങ്തും n ആണ്, ഡിസ്റ്റൻസും n ആണ്. അതായത് ഏത് രണ്ട് ഡിഫറെന്റ് കോഡ് വേർഡ്സ് എടുത്താലും അവർ തമ്മിൽ എല്ലാ കോർഡിനേറ്റ്സിലും വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0 0 1 1 അല്ലെ. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാം A B B, എല്ലാ കോർഡിനേറ്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അതായത് ടോട്ടൽ m കോഡ് വേർഡ്സ് ആണുള്ളത് അല്ലെ. At each coordinate all the m words must take different values. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ m-ന് ഒരു അപ്പർ ബൗണ്ട് നിങ്ങൾക്ക് പറയാവോ? ടോട്ടൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ക്യൂറി കോഡ്സ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ക്യൂ ആൽഫബറ്റ്സ് അല്ലേ ഉള്ളൂ അല്ലേ. അപ്പം m-ന്റെ കോഡ് വേർഡ്സിന്റെ എണ്ണം, അതായത് സൈസ് ഓഫ് ദ കോഡ് C must be less than or equal to q ആയിരിക്കണം അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഒരു ഡിസ്റ്റൻസ് n ആയിട്ടുള്ള ഒരു കോഡ് കൺസിഡർ ചെയ്യുവാണ്. ഞാൻ എടുക്കുവാണ്, ഒരു സ്പെഷ്യൽ കേസ് എടുക്കുവാണ്. സെറ്റ് ഓഫ് ഓൾ എല്ലാ കോർഡിനേറ്റ്സും a ആയിട്ടുള്ള, വേർ a ബിലോങ്സ് ടു FQ. ഇതൊരു ലീനിയർ കോഡാണ്. സോ ദിസ് ഈസ് ആൻ NQN കോഡ് ഓവർ FQ ആണ്. സംശയമൊന്നുമില്ലല്ലോ. സോ അപ്പം ഇവിടെ BQ ഓഫ് n നും AQ ഓഫ് n നും എന്താണെന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു m ലെസ് ദാൻ AQ. ഇതിൽ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് മീൻസ് AQ ഓഫ് n നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു q ആൻഡ് BQ ഓഫ് n നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു q എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പക്ഷെ നമ്മളിപ്പം കണ്ടു ഒന്നുകിൽ q അല്ലെങ്കിൽ അതിൽ താഴെയോ. പക്ഷെ നമ്മൾ കണ്ടു ഇപ്പൊ ഇതെന്താ, ഒരു q ലെങ്ത് ഉള്ള ഇവിടെ ഈ കോഡിന്റെ സൈസ് എന്താണ്? സൈസ് q അല്ലേ. q ലെങ്ത് ഉള്ള ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഓക്കെ, അപ്പൊ പിന്നെ ലാർജസ്റ്റ് പോസിബിൾ സൈസ് അല്ലേ BQ AQ. അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ടു q ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു BQ അല്ലെങ്കിൽ AQ ലെസ് ദാൻ ഓർ ഈക്വൽ ടു q ആണ്.
പക്ഷെ ലെസ് ദാൻ ക്യൂ പറ്റില്ല, കാരണം ക്യൂ സൈസ് ഉള്ള ഒരു കോഡ് വേർഡ് നമ്മളിപ്പോ കിട്ടിക്കഴിഞ്ഞു, നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ക്യൂ സൈസ് ഉള്ള ഒരു കോഡ് വേർഡ് കിട്ടി. അപ്പൊ പിന്നെ ലാർജസ്റ്റ് സൈസ് അല്ലേ നമ്മൾ നോക്കുന്നത്. സോ അപ്പം ബി ക്യൂം എ ക്യൂം ഈക്വൽ ടു ക്യൂ ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ തിയറത്തിൽ കണ്ടത്, നമ്മൾ ഫസ്റ്റ് കണ്ടത് എ ക്യൂന്റെയും ബി ക്യൂന്റെയും ബൗണ്ട്സ് ആണ്, സിമ്പിൾ ബൗണ്ട്സ് ആണ്. ആദ്യത്തെ ബി ക്യൂ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂ ആയിരിക്കും. ഇനി ബി ക്യൂം എ ക്യൂം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ റേസ് ടു എൻ ആയിരിക്കും. മാക്സിമം വരാൻ പറ്റുന്നത് ക്യൂ റേസ് ടു എൻ ആണ്. ഓക്കെ, രണ്ടാമത്തത് രണ്ട് സ്പെഷ്യൽ കേസസ് ആണ്. ഡിസ്റ്റൻസ് 1 ആവുമ്പം എ ക്യൂം ബി ക്യൂം എന്തിനോട് ഈക്വൽ ആവും? ക്യൂ റേസ് ടു എന്നിനോട് ഈക്വൽ ആവും. ഡിസ്റ്റൻസ് n ആവുമ്പോൾ എ ക്യൂം ബി ക്യൂം ക്യൂവിനോട് ഈക്വൽ ആവും. ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. സിമ്പിൾ തിയറം ആയിരുന്നു. ഇനി നമ്മൾ ഒരു തിയറം കൂടെ നമുക്ക് കാണണം. അതിനുവേണ്ടി ഞാനൊരു എക്സ്റ്റെൻഡഡ് കോഡ്, പുതിയൊരു ഡെഫിനിഷൻ ആണ്, എക്സ്റ്റെൻഡഡ് കോഡ് ഓഫ് സിയെ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു കോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുന്ന സി ബാർ എന്നാണ് അതിന്റെ നൊട്ടേഷൻ. സി ബാർ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ആദ്യത്തെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ C1 എക്സെട്ര CN. ഇനി ആരാണ് ഈ C1 എക്സെട്ര CN? സിയിലുള്ള കോഡ് വേർഡ്സ് ആണ് C1 എക്സെട്ര CN. അതിന്റെ കൂടെ ഒരു കോർഡിനേറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്, മൈനസ് സമ്മേഷൻ I ഫ്രം 1 to n CN. സോ നമ്മുടെ സി ബാർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സിയിലുള്ള ഓരോ കോഡിന്റെയും കൂടെ ഒരു കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്, ഒരു എക്സ്ട്രാ കോർഡിനേറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ആ കോർഡിനേറ്റ് എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ സിയിലുള്ള ഓരോ കോഡ് വേർഡിന്റെയും കോർഡിനേറ്റ്സിന്റെ സം ആണ് അല്ലെ, സമ്മിന്റെ നെഗറ്റീവ് ഓഫ് സമ്മേഷൻ I ഫ്രം 1 to n CI ആണ് ആ ലാസ്റ്റ് കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സി ബാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സി ബാറിന്റെ സൈസ് എന്താണെന്ന് പറയാവോ? സൈസ് ഓഫ് സി ബാർ എന്താണെന്ന് പറയാൻ പറ്റുമോ? സിയുടെ സൈസ് തന്നെയാണ് അല്ലേ. കോഡ് വേർഡ്സിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഓരോ കോഡ് വേർഡിന്റെ കൂടെ ഒരു കോർഡിനേറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അങ്ങനെയാണ് ലെങ്ത് ഓഫ് സി ബാർ എന്താണെന്ന് പറയാൻ പറ്റുമോ? ലെങ്ത് ഓഫ് സി ബാർ, ലെങ്ത് ഓഫ് സിയുമായിട്ട് എന്താ ബന്ധം? ഒരു ലെങ്ത് കൂടി അല്ലെ, ഒരു എക്സ്ട്രാ കോർഡിനേറ്റ് ആഡ് ചെയ്തിട്ടില്ലേ. സോ അപ്പം ലെങ്ത് ഓഫ് സി +1 ആയിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒന്നുകിൽ സിയുടെ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സിയുടെ ഡിസ്റ്റൻസിനോട് ഒന്ന് കൂടുതലായിരിക്കും അല്ലെ. കാരണം എന്താ, ഈ ലാസ്റ്റത്തെ ആഡ് ചെയ്ത ആ കോർഡിനേറ്റ് ഉണ്ടല്ലോ, ആ കോർഡിനേറ്റ് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം Q2 ആകുമ്പം നമ്മുടെ ബൈനറി കോഡാണ്. Q2 ആകുമ്പോൾ ബൈനറി കോഡാണ്. ബൈനറി കോഡ് ആകുമ്പം ഈ നെഗറ്റീവ് സമ്മേഷൻ CI എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? സമ്മേഷൻ CIയോട് ഈക്വൽ ആണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ. ബൈനറി കോഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആൽഫബറ്റ്സ്? 0ഉം 1ഉം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ 2 -1 എന്തിനോട് ഈക്വലാ? -1 1നോട് തന്നെ ഈക്വൽ അല്ലേ അല്ലെ. -2 എന്തിനോട് ഈക്വലാ? -2 എന്ന് പറയുമ്പം അഗെയിൻ 1നോടാണ് ഈക്വൽ. -2 എന്ന് പറയുമ്പം 0 ആണ്. -3 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? 1നോട് ഈക്വലാ. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം നമുക്കറിയാലോ. ബൈനറി കോഡിൽ ഈവൻ നമ്പേഴ്സ് എല്ലാം 0യോട് ഈക്വലന്റ് ആവും, ഓഡ് നമ്പേഴ്സ് എല്ലാം 1നോട് ഈക്വൽ ആവും. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് മാറ്റിയിട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ബൈനറി കോഡ് ആകുമ്പോൾ എക്സ്ട്രാ കോർഡിനേറ്റ് ആഡ് ചെയ്യുന്നത് സമ്മേഷൻ CIയോട് ഈക്വൽ ആണ്. ആ എക്സ്ട്രാ കോർഡിനേറ്റിനെ നമ്മൾ പാരിറ്റി ചെക്ക് കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു തിയറം ഉണ്ട്, എളുപ്പമുള്ള തിയറമാണ്, നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. സി ഒരു NMD കോഡ് ഓവർ FQ ആണ്.
അങ്ങനെയാണെങ്കിൽ സി ബാർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റൻഡഡ് കോഡ് സി ബാർ ആണ്. സി ബാർ എന്ന് പറയുന്നത് n+1 m d dash കോഡ് ഓവർ എഫ് ക്യു ആണ്. വേർ d dash എന്ന് പറയുന്നത് ഐദർ d ആയിരിക്കും അല്ലെങ്കിൽ d+1 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത് സി ലീനിയർ ആണെങ്കിൽ സി ബാറും ലീനിയർ ആണ്. ഇനി മൂന്നാമത് പ്രൂവ് ചെയ്യാനുള്ളത് സി ലീനിയർ ആണെങ്കിൽ ഇതിനൊരു പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉണ്ട്. സപ്പോസ് ആ സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സിനെ ഞാൻ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും സി ബാറിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ്. ക്ലിയർ ആയോ? ഇത് ആദ്യത്തെ ഇതിനെ നമ്മളൊരു ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആ ഫസ്റ്റ് ബ്ലോക്ക് സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ ഫുള്ള് സീറോസ് ആണ്. ലാസ്റ്റ് കോളം ഫുൾ സീറോസ് ആണ്. ലാസ്റ്റ് റോ ഫുള്ള് 1 ആണ്. ഓക്കെ, ലാസ്റ്റ് കോളത്തിന്റെ ലാസ്റ്റത്തെ എൻട്രി 1 ആണ്. ഓക്കെ, അപ്പൊ ഇത്ര 3 കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ കാര്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. സി ബാറിന്റെ ലെങ്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ലെങ്ത് ഓഫ് സി ബാർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സി +1 ഒരു കോർഡിനേറ്റ് ആഡ് ചെയ്യും അല്ലേ. ദാറ്റ് മീൻസ് n, ലെങ്ത് ഓഫ് സി n ആണെന്ന് തന്നിട്ടുണ്ട്. സോ n+1. ഇനി സൈസ് ഓഫ് സി ബാർ എന്ന് പറയുന്നത് സൈസ് ഓഫ് സി തന്നെയാണ് അല്ലേ. കാരണം എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. കോഡ് വേർഡ്സിന്റെ ഓരോ കോർഡിനേറ്റ് കൂട്ടുന്നതേ ഉള്ളൂ. പക്ഷെ കോഡ് വേർഡ്സിന്റെ എണ്ണം സെയിം തന്നെയാണ്. സൈസ് ഓഫ് സി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? m ആണെന്ന് തന്നിട്ടുണ്ട്. സോ സി ബാറിന്റെ സൈസും m തന്നെയാണ്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് വേണം നോക്കാൻ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ സിയിലുള്ള 2 കോഡ് വേർഡ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് C1 എക്സെട്ര CN എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതിനെ ഞാൻ D1 എക്സെട്ര DN എന്നും ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സി ബാറിലുള്ള കോഡ് വേർഡ്സിനെ ഞാൻ എക്സ് ബാർ വൈ ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണ് എക്സ് ബാർ വൈ ബാറിനെ എങ്ങനെ നമുക്ക് നൊട്ടേഷൻസ് കൊടുക്കാം? എക്സ് ബാറിന്റെ ഫസ്റ്റ് n കോർഡിനേറ്റ്സ് എന്ത് തന്നെയാണ്? C1 എക്സെട്ര CN തന്നെയാണ് അല്ലെ. ഇനി എക്സ്ട്രാ ഒരു കോർഡിനേറ്റും കൂടെ ഉണ്ട്. അതാരാണ്? സമ്മേഷൻ ഓവർ i ഫ്രം 1 to n CI, ലാസ്റ്റത്തെ കോർഡിനേറ്റ്. ഇനി വൈ ബാറിന്റെ ഫസ്റ്റ് n കോർഡിനേറ്റ്സ് ആര് തന്നെയാണ്? വൈയുടെ കോർഡിനേറ്റ്സ് തന്നെ. അതായത് D1 എക്സെട്ര DN കോമ ലാസ്റ്റ് കോർഡിനേറ്റ് സമ്മേഷൻ i ഫ്രം 1 to n DI. ഇതാണ് ലാസ്റ്റ് കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ബാർ വൈ ബാർ. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കോർഡിനേറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പം ആദ്യത്തെ n കോർഡിനേറ്റ്സ് എക്സ് ബാറിനെ വൈ ബാറിനെ ആദ്യത്തെ n കോർഡിനേറ്റ്സ് എടുത്തേ. ഇവര് തമ്മിൽ എത്ര കോർഡിനേറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്? അതിനെ നമ്മൾ നൊട്ടേഷൻ കാണിക്കുന്നത് D(xy) എന്നല്ലേ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്തത് ആദ്യത്തെ n കോർഡിനേറ്റ്സിൽ എത്ര കോർഡിനേറ്റ്സ് ഡിഫറെന്റ് ആയിട്ടുണ്ട്, ഈ കോർഡിനേറ്റ്സ് മാത്രം നോക്കുക. എത്ര കോർഡിനേറ്റ്സ് ഡിഫറെന്റ് ആയിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ D(xy) ആണ്. ഇനി ലാസ്റ്റത്തെ കോർഡിനേറ്റ് ഡിഫറെന്റ് ആണോ അല്ലയോ? ഓക്കെ, സപ്പോസ് ലാസ്റ്റത്തെ കോർഡിനേറ്റ് സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? D(xy) തന്നെ ആയിരിക്കും അല്ലെ. എപ്പോഴാണ്? ആ ലാസ്റ്റത്തെ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ. ലാസ്റ്റത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സം ഓവർ i ഫ്രം 1 to n CI is equal to സം ഓവർ i ഫ്രം 1 to n DN. സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D(xy) തന്നെയാണ്. സപ്പോസ് ലാസ്റ്റത്തെ കോർഡിനേറ്റ് സെയിം അല്ല എങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? D(xy) ലാസ്റ്റത്തെ കോർഡിനേറ്റ് ഡിഫറെന്റ് അല്ലേ. സോ +1 കൂടെ ആഡ് ചെയ്യണം. എപ്പോഴാണ്? സം ഓഫ് CI നോട്ട് ഈക്വൽ ടു സം ഓവർ സമ്മേഷൻ ഓവർ i ഫ്രം 1 to n DI. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഈ D ഡാഷ് എന്ന് പറയുന്നത്, അതായത് D ഡാഷ് എന്ന് പറയുന്നത് മിനിമം അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ D ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? ഐദർ D തന്നെ ആയിരിക്കും, അല്ല എങ്കിൽ ഡിയുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു സി ബാറിന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്. ലെങ്ത് n+1 ആണ്, സൈസിന് മാറ്റമില്ല n തന്നെയാണ്. ഡിസ്റ്റൻസ് D ഡാഷ് ആണ്, വേർ D ഡാഷ് ഈസ് ഐദർ D ഓർ D+1.
ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യും. സെക്കൻഡ് പാർട്ട് സി ലീനിയർ ആണെങ്കിൽ സി ബാർ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. അതിനുവേണ്ടി രണ്ട് കോഡ് വേർഡ്സ് സി ബാറിൽ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ സി എക്സ് ബാർ പ്ലസ് വൈ ബാർ കണ്ടുപിടിക്കാം. സപ്പോസ് അപ്പോൾ അതിനുവേണ്ടി എക്സ് ബാറിന്റെ നൊട്ടേഷൻ കൊടുക്കണം. C1 എക്സെട്ര CN സമ്മേഷൻ CI ആണ്. ഇതിനെ ഞാൻ സപ്പോസ് ഈ C1 എക്സെട്ര CN എന്ന് പറയുന്നത് സിയിലുള്ള കോഡ് വേർഡ് ആണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഞാൻ ഈക്വൽ ടു സം എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇതിനെ എക്സ് കോമ സമ്മേഷൻ CI ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. വേർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? C1 എക്സെട്ര CN ബിലോങ്സ് ടു C ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ വൈ ബാറിനെ ഞാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വൈ സമ്മേഷൻ DI, വേർ വൈ എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ D1 എക്സെട്ര DN ബിലോങ്സ് ടു C. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ പ്ലസ് വൈ ബാർ ഈക്വൽ ടു എന്തെന്ന് പറയാം? ആദ്യത്തെ n കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുമ്പം നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് തന്നെ വരുമല്ലോ. ലാസ്റ്റത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സം ഓവർ I CI പ്ലസ് DI എന്ന് ഒരുമിച്ച് എഴുതാം അല്ലേ. ഓക്കെ, ഇനി ഈ വെക്ടർ അല്ലെങ്കിൽ ഈ കോഡ് വേർഡ് സി ബാറിലുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഈ ലാസ്റ്റത്തെ കോർഡിനേറ്റിനെ ഞാൻ ഓക്കെ, ഇത് സി ബാറിലുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സി ബാറിലുണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ബിലോങ്സ് ടു സി ബാർ only if എപ്പോഴാണ്? അല്ലെങ്കിൽ സിൻസ് എന്ന് പറയും. സിൻസ് നമുക്കറിയാം എക്സും വൈയും സിയിലുണ്ട്. സോ എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു സി സിൻസ് സി ഇസ് എ സബ്സ്പേസ് അല്ലേ. സി ഒരു ലീനിയർ കോഡ് അല്ലേ. അപ്പം സി ലീനിയർ ആയതുകൊണ്ട് എക്സും വൈയും സിയിലുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈയും സിയിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബാറിലെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് code word in C bar corresponding to x plus y is എന്താണ്? x plus y. ആദ്യത്തെ n കോർഡിനേറ്റ്സ് x plus y ആണ്. ലാസ്റ്റത്തെ കോർഡിനേറ്റ് x plus yയുടെ കോർഡിനേറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് അല്ലേ. അതായത് സം ഓവർ I CI പ്ലസ് DI. ഓക്കെ, അപ്പൊ പിന്നെ എന്തായാലും ഇതെന്ന് പറയുന്നത് സി ബാറിലുള്ള ഒരു കോഡ് വേർഡ് ആണ്. അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയ? സി ബാറിലുള്ള രണ്ട് കോഡ് വേർഡ്സ് എടുത്താൽ അതിന്റെ സമ്മും സി ബാറിൽ തന്നെ ഉണ്ട്. സോ സി ബാർ ഈസ് എ സബ്സ്പേസ്. ദാറ്റ് മീൻസ് സി ബാർ ഈസ് ലീനിയർ വെനെവർ സി ഈസ് ലീനിയർ. രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ട്, സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സ് H ആണെങ്കിൽ H ബാർ സി ബാറിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി പാരിറ്റി ചെക്ക് മെട്രിക്സ് എന്താണെന്ന് നോക്കാം. By the definition of parity check matrix, HC യുടെ parity check matrix ആണെങ്കിൽ HX transpose 0 ആണെന്ന് പറയാം for all x in C. സിയിലുള്ള ഏത് കോഡ് വേർഡ് x എടുത്താലും HX transpose 0 ആണ്. അത് parity check matrixന്റെ ഡെഫിനിഷനിൽ നിന്ന് ക്ലിയർ ആണ്. ഇനി ഞാൻ H ബാർ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് H ബാർ x bar transpose where x bar is a vector in code word in C bar. ഓക്കെ, ഇത് എന്താണെന്ന് കാണിക്കണം? 0 ആണെന്ന് കാണിക്കണം. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇനി എക്സ് ബാറിന്റെ നൊട്ടേഷൻ കൊടുത്തേക്കാം C1 എക്സെട്ര CN സം ഓവർ CI. ഇതിന്റെ എളുപ്പമുള്ള നൊട്ടേഷൻ, ആദ്യത്തെ n കോർഡിനേറ്റ്സിനെ നമുക്ക് x എന്ന് ഡിനോട്ട് ചെയ്യാം, സം ഓവർ CI. ഓക്കെ, വേർ x എന്ന് പറയുന്നത്
C1 എക്സെട്ര Cn ആണ് ബിലോങ്സ് ടു C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. രണ്ട് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എടുക്കുവാണ്. ഇനി നമ്മൾ ആദ്യത്തെ n റോസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ മെട്രിക്സ് പ്രോഡക്റ്റിന്റെ ആദ്യത്തെ n റോസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒന്ന് നോക്കിക്കേ. ഈ ആദ്യത്തെ ലാസ്റ്റത്തെ കോളം വരുന്നത് സീറോസ് ആണ്. ഓക്കെ, 0 ഇൻറ്റു, അപ്പൊ നമ്മൾ ഈ 0 ഇൻറ്റു ഈ എലമെന്റുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? മാട്രിക്സ് പ്രോഡക്റ്റ് എടുക്കുമ്പം ഇത് ഫസ്റ്റ് റോയും ഈ കോളവും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 0 ഇൻറ്റു ഈ സം ഓവർ മൈനസ് സം ഓവർ I from 1 to n CA ആണ് ചെയ്യേണ്ടത്. അത് 0 തന്നെ അല്ലേ? അല്ലേ? അപ്പൊ പിന്നെ ഈ ഫസ്റ്റ് n റോസിൽ എലമെന്റ് എന്തായിരിക്കും? HX ട്രാൻസ്പോസ് തന്നെ ആയിരിക്കില്ലേ? HX ട്രാൻസ്പോസ് പക്ഷെ എന്തിനോട് ഈക്വലാ? 0 0 0 ഈക്വൽ ആണ് അല്ലേ? 0 വെക്ടറിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എൻട്രി, ലാസ്റ്റത്തെ റോ എന്ത് വരും? ഈ പ്രോഡക്റ്റിലെ ലാസ്റ്റത്തെ റോ 1 into C1 plus 1 into C2 plus etc plus 1 into Cn plus ലാസ്റ്റത്തെ 1 into minus sum over I from 1 to n Ci. ഇത് എന്തിനോട് ഈക്വലാ? ഇതും 0 അല്ലേ? അല്ലേ? എല്ലാം ക്യാൻസൽ ചെയ്തു പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 0 0, എല്ലാം 0 ആയിട്ടുള്ള, ദാറ്റ് മീൻസ് 0 വെക്ടർ. സോ അപ്പം H bar X bar ട്രാൻസ്പോസ് 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് H bar എന്താണ്? പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓഫ് C bar ആണ്. ആ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണ്. C1 നോക്കിക്കേ. ഇവിടുത്തെ ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്? 0 ഉം 1 ഉം മാത്രമാണ്. സോ ഇതൊരു ബൈനറി ആണ്. ഇനി ലീനിയർ കോഡാണോ എന്ന് ചെക്ക് ചെയ്യുക. ലീനിയർ ആണ്. സോ ദിസ് ഈസ് എ ബൈനറി ലീനിയർ കോഡ് C1. C1ന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. NKD പറയാം, NMD പറയാം. NMD ആ പറയുന്നതെങ്കിൽ n ഇവിടെ എത്രയാ? ലെങ്ത് 3. M സൈസ് എത്ര? സൈസ് എന്ന് പറയുന്നത് 4. ഡിസ്റ്റൻസ് എത്ര? ഇവിടെ ഡിസ്റ്റൻസ് ഓരോ ഏത് പേരെടുത്താലും 2 ഡിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലേ? മാക്സിമം ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് 2 ആണ്. ഡിസ്റ്റൻസ് 3 വരുന്നുണ്ട്. അല്ല 3 അല്ല, മിനിമം ഡിസ്റ്റൻസ് 2 ആണ്. 342 കോഡാണ് അല്ലേ? ഇത് NMD ആണ് ഞാൻ പറഞ്ഞത്. NMD ലീനിയർ കോഡ് ആയതുകൊണ്ട് NKDയും വേണമെങ്കിൽ പറയാം. NKD എന്ന് പറയുമ്പോൾ അപ്പൊ എന്താവും? 3 2 മാറുന്നില്ല. K ഇവിടെ എന്താണ്? K കണ്ടുപിടിക്കാൻ Q എന്ന് പറയുന്നത് ഇവിടെ 2 അല്ലേ? 2 raised to K എന്ന് പറയുന്നത് സൈസ് M 4നോട് ഈക്വല. സോ K എന്താവും? 2നോട് ഈക്വല. K ഈക്വൽ ടു 2 അറിയാലോ. ഇനി C1 ബാർ ഇവിടെ ഒന്ന് പറഞ്ഞ് C1 ബാർ കണ്ടുപിടിച്ച എക്സ്റ്റെൻഡഡ് കോഡ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന? ഓരോ കോഡിന്റെയും കൂടെ ഒരു കോർഡിനേറ്റും കൂടെ ആഡ് ചെയ്യണം. ആ കോർഡിനേറ്റ് ഏതാണ്? ഇവരുടെ എല്ലാം കൂടെ സമ്മ്. ഈ കോർഡിനേറ്റ്സുകൾ 3 കോർഡിനേറ്റ്സിന്റെ സമ്മ് 0 തന്നെ അല്ലേ? ഇതാണ് ഫസ്റ്റ് കോഡ് വേർഡ് ഇൻ C1 ബാർ. ഇനി അടുത്ത ഇതെടുക്കുക, 1 1 0. അടുത്ത കോർഡിനേറ്റ് ആഡ് ചെയ്യണം. അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ട? 1 + 1, ഇതിന്റെ സമ്മ് 1 + 1 2 ആണ്. 2 എന്ന് പറയുന്നത് 0 തന്നെ ഈക്വൽ ആണ്, ബൈനറി അല്ലേ? ഇനി അടുത്തത് 0 1 1, ഇതിന്റെ സമ്മ് 2 ആണ്. 0 1 0 1 0. ഓക്കെ, അപ്പൊ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറഞ്ഞേ. ലെങ്ത് 4 ആണ്, ഒന്ന് കൂടിയല്ലോ. സൈസ് സെയിം തന്നെയാണ്, 4 തന്നെയാണ്. അഗൈൻ ഇതൊരു ലീനിയർ കോഡ് തന്നെയാണ്, നമുക്ക് വെരിഫൈ ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 2 തന്നെയാണ് അല്ലേ? ഒന്നും കൂടിയിട്ടില്ലല്ലോ, എല്ലാം 0 അല്ലേ? 2 തന്നെയാണ്. ഓർ NKD വെച്ച് പറയുകയാണെങ്കിൽ 4 2 2. അപ്പം നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, ഡിസ്റ്റൻസ് ഇവിടെ സെയിം തന്നെയാണ്. ഇനി അടുത്തൊരു കോഡ് എടുത്തു ഞാൻ.
ഇതാണ് നമ്മുടെ കോഡ്. ഇതും ബൈനറി ലീനിയർ കോഡാണ്. പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ? 3, സൈസ് 4 ആണ്. പിന്നെ ഡിസ്റ്റൻസ് ഇവിടെ എത്ര വരുന്ന 1 ഡിസ്റ്റൻസ് വരും അല്ലേ? മിനിമം ഡിസ്റ്റൻസ് 1 അല്ലേ? കാരണം ഈ രണ്ട് കോഡ് വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 അല്ലേ? അപ്പൊ 341 കോഡാണ്. C2 ബാർ കൺസ്ട്രക്ട് ചെയ്യുക. തന്നെ ഒന്ന് ചെയ്തേ. 0 0 0 1 1 1 സം എടുക്കുമ്പോൾ 3 വരും. 3 എന്തിനോട് ഈക്വല? 1 ഈക്വല. ബൈനറിയിൽ ഓഡ് നമ്പേഴ്സ് 1 ഈവൻ നമ്പേഴ്സ് 0 ഈക്വല. അറിയാലോ. 0 1 1 സം എടുക്കുമ്പോൾ 2 വരും. 0 1 0 0 സം എടുക്കുമ്പോൾ 1 വരും. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞേ 4, സൈസ് മാറുന്നില്ല, 4 തന്നെ. ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ് അല്ലേ? സോ 2 ആണ്. അപ്പൊ ഇവിടെ നോക്കണം. ഇവിടെ C2ന്റെ ഡിസ്റ്റൻസ് D1 ആയിരുന്നു. ഇവിടെ C2 ബാറിന്റെ ഡിസ്റ്റൻസ് ഒന്നും കൂടി 2 ആയി. നേരത്തെ എക്സാമ്പിളിൽ C1ന്റെ ഡിസ്റ്റൻസ് D2 ആണ്, സെയിം ആസ് ഡിസ്റ്റൻസ് ഓഫ് C ബാർ. ഓക്കെ, ഇതിനെ ജനറലൈസ് ചെയ്തൊരു തിയറം നമുക്ക് കാണാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. സപ്പോസ് D ഓഡാണ്, ഡിസ്റ്റൻസ് ഓഡാണ്. അങ്ങനെയാണെങ്കിൽ then a binary NMD code exists if and only if a binary n+1 MD+1 code exists. അതുകൊണ്ട് D ഓഡ് ആണെങ്കിൽ A2 of NDയും A2 of n+1 D+1ഉം സെയിം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്താൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പം നമ്മൾ എന്താണ് ഒരു ബൈനറി നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്, ഒരു ബൈനറി NMD കോഡ് സപ്പോസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ബൈനറി n+1 MD+1 കോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. അത് ഏതായിരിക്കും ആ കോഡ്? നമ്മുടെ എക്സ്റ്റെൻഡഡ് കോഡ് C ബാർ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. D ഓഡാണ് ഈ കേസിൽ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഞാൻ ഒരു ബൈനറി NMD കോഡ് സപ്പോസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ കോഡിനെ ഞാൻ C എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഓർത്തോണം D ഇസ് ആൻ ഓഡ് നമ്പർ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടു എക്സ്റ്റെൻഡഡ് കോഡ് C ബാർ എന്ന് പറയുന്നത് എന്ത് കോഡായിരിക്കും? n+1 MD' കോഡായിരിക്കും. where D' is either D or D+1. ഇതിൽ ഏതാണെന്ന് നോക്കണം. നമുക്ക് D' D ആണോ D+1 ആണോ നോക്കണം. അതാണ് നമ്മുടെ എയിം. അപ്പൊ ഞാൻ അതിനു മുമ്പ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലെയിം പറയുവാണ്. എക്സ്റ്റെൻഡഡ് കോഡ് C ബാറിലുള്ള ഏത് കോഡ് വേർഡ് X' എടുത്താലും X' വെയിറ്റ് ഈവൻ ആയിരിക്കും. ഇനി വെയിറ്റ് ഓഫ് എ കോഡ് വേർഡ് എന്താണ്? വെയിറ്റ് ഓഫ് എ കോഡ് വേർഡ് എന്താണ്? എത്ര നോൺ സീറോ കോർഡിനേറ്റ്സ് ഉണ്ട്, അതാണ് വെയിറ്റ് ഓഫ് എ കോഡ് അല്ലേ? അപ്പം എക്സ്റ്റെൻഡഡ് കോഡിലുള്ള എല്ലാ കോഡ് വേർഡ്സിന്റെയും വെയിറ്റ് ഈവൻ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു കോഡ് വേർഡ് എക്സ്റ്റെൻഡഡ് കോഡിൽ നിന്ന് എടുത്തു. C ബാറിൽ നിന്ന് ഒരു ആർബിട്രറി കോഡ് വേർഡ് X' എടുത്തു. X' ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, ഈ നൊട്ടേഷൻസ് ഒക്കെ. ഇനി സപ്പോസ് ഈ എക്സിന്റെ ആദ്യത്തെ ഈ X' ആദ്യത്തെ n കോർഡിനേറ്റ്സ് X ആണ് അല്ലെ? X എന്ന് പറയുന്നത് സിയിലുള്ള ഒരു കോഡ് വേർഡ് ആണ്. സപ്പോസ് ഈ എക്സിന്റെ വെയിറ്റ് ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സം ഓവർ I ഫ്രം 1 to n Ci എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഒരു ബൈനറി കോഡാണ് അല്ലേ? എക്സിന്റെ വെയിറ്റ് ഈവൻ ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സീറോ കോർഡിനേറ്റ്സിന്റെ എണ്ണമാണ്. നോൺ സീറോ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, 1 മാത്രം അല്ലേ? അപ്പം എത്ര വണ്ണുകളുണ്ട്? ഈവൻ നമ്പർ ഓഫ് വണ്ണുകളുണ്ട്. ഈവൻ നമ്പർ ഓഫ് വണ്ണുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഈവൻ നമ്പർ അല്ലേ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ എന്തിനോട് ഈക്വൽ ആണ്? 0യോട് ഈക്വൽ ആണ്. സോ അപ്പം എക്സ് ബാറിന്റെ ലാസ്റ്റ് കോർഡിനേറ്റ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് 0യോട് ഈക്വൽ അല്ലെ? സോ അപ്പം എക്സ് ബാറിന്റെ വെയിറ്റ് എന്ത് തന്നെ ആയിരിക്കും? വെയിറ്റ് ഓഫ് എക്സ് ആയിരിക്കും അല്ലെ?
വെയിറ്റ് ഓഫ് എക്സ് അപ്പോൾ എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? ഈവൻ നമ്പർ ആയിട്ടല്ലേ എടുത്തത്. സോ ഇത് ഈവൻ ആയിരിക്കും. സപ്പോസ് ഇനി വെയിറ്റ് ഓഫ് എക്സ് ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ എത്ര, ദാറ്റ് മീൻസ് എത്ര നോൺ സീറോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എത്ര വണ്ണുകളുണ്ട്? ഓഡ് നമ്പർ ഓഫ് വണ്ണുകളുണ്ട്. ഓഡ് നമ്പർ ഓഫ് വണ്ണുകൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്ന. ഓഡ് നമ്പർ വണ്ണിനോട് ഈക്വൽ ആണ് ബൈനറിയിൽ, അല്ലേ? സോ അപ്പം ലാസ്റ്റത്തെ എക്സ് ബാറിന്റെ ലാസ്റ്റത്തെ കോർഡിനേറ്റ് ആണ് ഈ സം ഓവർ ഐ ഫ്രം 1 to n CI എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ കോർഡിനേറ്റ് ഒരു നോൺ സീറോ കോർഡിനേറ്റ് അല്ല കിട്ടിയത്. സോ അപ്പോൾ വെയിറ്റ് ഓഫ് എക്സ് ബാർ എന്ത് കിട്ടി? വെയിറ്റ് ഓഫ് എക്സിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യേണ്ട, കാരണം ലാസ്റ്റത്തെ കോർഡിനേറ്റ് കൂടെ നോൺ സീറോ കിട്ടിയല്ലോ. സോ അപ്പം വെയിറ്റ് ഓഫ് എക്സ് ഒരു ഓഡ് നമ്പർ ആണ്, ഇതൊരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പോൾ രണ്ട് കേസിലും വെയിറ്റ് ഓഫ് എക്സ് ബാർ ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തത് സി ബാറിൽ ഏതൊരു കോഡ് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സി ബാറിൽ ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് എടുത്തു, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കോർഡിനേറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്, അല്ലെ? എത്ര കോർഡിനേറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്. എക്സ് ഇതും ഒരു ഈവൻ നമ്പർ തന്നെ ആയിരിക്കില്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ സി ബാറിന്റെ മിനിമം ഡിസ്റ്റൻസ് ഓഫ് സി ബാർ ഡി ഡാഷ് എന്നല്ലേ നൊട്ടേഷൻ. ഡി ഡാഷ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡി ഡാഷ് എന്ന് പറയുന്നത് ഐദർ ഡി ആയിരിക്കും ഓർ ഡി പ്ലസ് 1 ആയിരിക്കും. പക്ഷെ ഡി എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ, നമ്മൾ ആദ്യമേ ഹൈപ്പോത്തസിസ്. അപ്പൊ പിന്നെ ഡി ഡാഷ് ഈവൻ ആയതുകൊണ്ട് ഡി ഡാഷ് ഡിയോട് ഈക്വൽ ആവാൻ പറ്റുമോ? അല്ല, പറ്റില്ല, അല്ലെ? അപ്പൊ പിന്നെ ഡി ഡാഷ് എന്തിനോട് ഈക്വൽ ആവണം? ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് 1. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ്. ഡി ഡാഷ് ഈവനോ ആവണം, ഡി ഡാഷ് ഡിയോ ഡി പ്ലസ് 1 ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഡി ആവാൻ പറ്റില്ല, കാരണം ഡി ഒരു ഓഡ് നമ്പർ ആണ്. സോ ഡി ഡാഷ് ഈക്വൽ ടു ഡി പ്ലസ് 1. സോ അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? സി ബാർ എന്ന് പറയുന്നത് എന്ത് കോഡാണെന്ന് കിട്ടി. സോ സി ബാർ എന്ന് പറയുന്നത് n+1 m, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d+1 കോഡായി, അല്ലേ? സോ അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് ഒരു NMD കോഡ് നമ്മൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സി ബാർ എന്ന് പറയുന്നത് ഒരു n+1 m d+1 കോഡായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വലൻസ് ഇഫനോളിക്സ് പാർട്ടിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു പാർട്ട് പ്രൂവ് ചെയ്തു. അതൊരു NMD കോഡ് എടുത്താൽ നമുക്ക് ഒരു n+1 m d+1 കോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റിവേഴ്സ് അസ്യൂം ദാറ്റ് n+1 m d+1 കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ കോഡിനെ ഞാൻ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ആദ്യത്തെ ഹൈപ്പോത്തസിസ് ഡി ഓപ്പൺ ആണ്, ഡി ഓഡ് നമ്പർ ആണ്. സോറി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഒരു കോഡ് NMD കോഡ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെ? n+1 m d+1 കോഡ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അവിടെ ഒരു NMD കോഡ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഞാൻ അതിനുവേണ്ടി ഡിയിലുള്ള രണ്ട് കോഡ് വേർഡ്സ് എക്സും വൈയും എടുത്തു. സച്ച് ദാറ്റ് എക്സിന്റെയും വൈയുടെയും ഡിസ്റ്റൻസ്, എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d+1 ആണെന്ന് വിചാരിക്കുക. അതായത് മിനിമം ഡിസ്റ്റൻസ് d+1 ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന രണ്ട് കോഡ് വേർഡ്സ് ഡിയിൽ നിന്നും ഞാൻ എടുത്തു, എക്സും വൈയും. ഓക്കെ, അതായത് എക്സും വൈയും ഡിഫറെന്റ് d+1 കോർഡിനേറ്റ്സ്, അല്ലേ? എക്സും വൈയും തമ്മിൽ d+1 കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ചൂസ് എ കോർഡിനേറ്റ് വെയർ എക്സ് ആൻഡ് വൈ ഡിഫർ. എക്സിലും വൈയിലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കോർഡിനേറ്റിനെ ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ സപ്പോസ് എക്സും വൈയും ഫസ്റ്റ് കോർഡിനേറ്റ് ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് കോർഡിനേറ്റ് ചൂസ് ചെയ്തു. എന്നിട്ട് ഞാനൊരു പുതിയ കോഡ് ഡി ഡാഷ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളൊരു കോർഡിനേറ്റ് ചൂസ് ചെയ്തു, അല്ലെ? ആ കോർഡിനേറ്റ് കേത്ത് കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡി ഡാഷ് എന്ന് പറയുന്ന കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന കോഡിൽ നിന്നും ഈ കേത്ത് ഡിയിലെ എല്ലാ കോഡ് വേർഡ്സിൽ നിന്നും ഈ കേത്ത് കോർഡിനേറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്
choose a coordinate where x and y differ. Say kth coordinate. Kth coordinate ആരാണ്? എക്സിന്റെ kth കോർഡിനേറ്റ് ഡിഫറെന്റ് ആണ്. ഇനി ഡി ഡാഷ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത ഡിയിലുള്ള എല്ലാ കോഡ് വേർഡ്സിൽ നിന്നും ആ kth കോർഡിനേറ്റ് അങ്ങ് കളയുക. അങ്ങനെയാണെങ്കിൽ ഡി ഡാഷിനെ നമ്മൾ പങ്ക്ചേർഡ് കോഡ് എന്ന പേര് വിളിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡി ഡാഷ് ഒബ്വിയസ്ലി ഒരു ബൈനറി കോഡായിരിക്കും. ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാമോ? ലെങ്ത് എത്രയായിരിക്കും? ഒരു കോർഡിനേറ്റ് കളഞ്ഞില്ലേ, അപ്പം n+1 ഒരു ലെങ്ത് ഒന്ന് കുറയും അല്ലെ. ഡി n+1 കോർഡിനേറ്റ് ഡിയുടെ ലെങ്ത് n+1 ആയിരുന്നു, ഡിയിലെ കോഡ് വേർഡ്സിന്റെ ലെങ്ത്. സോ അപ്പൊ ഡി ഡാഷിലെ കോഡ് വേർഡ്സിന്റെ ലെങ്ത് n ആയിരിക്കും, കാരണം ഒന്ന് കളഞ്ഞല്ലോ. സൈസിന് എന്തെങ്കിലും ഡിഫറൻസ് വരുമോ? സൈസ് ഒന്നും വ്യത്യാസം വരില്ല, സെയിം ആസ് ഡി ആണ്. ഇനി ഡിസ്റ്റൻസ് എന്തായിരിക്കും? മിനിമം ഡിസ്റ്റൻസ് ഡി എന്താന്ന് പറയാൻ പറ്റുമോ? എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഡി അല്ലേ? ഒന്ന് നോക്കിക്കോണേ. എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സി ബാറില് d+1 ആയിരുന്നു. സി ബാർ അല്ല, ഡിയില്. ഓക്കെ, എക്സും വൈയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ഡി ഈസ് d+1. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ ഡി ഡാഷ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കോർഡിനേറ്റ് ഡി ഡാഷിൽ എന്ന് പറഞ്ഞാൽ kth കോർഡിനേറ്റ് കളഞ്ഞു. kth കോർഡിനേറ്റിൽ എക്സും വൈയും ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ബാക്കി എത്ര കോർഡിനേറ്റ്സിലാണ് എക്സും വൈയും ഡിഫറെന്റ് ആവുന്നത്? ഡി കോർഡിനേറ്റ്സിൽ അല്ലേ. സോ അപ്പം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. ഇവിടെ ഡി ഡാഷിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. സോ ഡി ഡാഷ് ഇസ് എ ബൈനറി NMD കോഡ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? n+1 m d+1 കോഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു NMD കോഡ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഈക്വലൻസ് ഇഫ് ആൻഡ് ഇഫ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. therefore AQ ഓഫ് ND യും AQ ഓഫ് n+1 d+1 സെയിം ആണ്. ഇത് ക്ലിയർ അല്ലേ? അതായത് whenever ഒരു NMD കോഡ് ഉണ്ടാവും, അവിടെ എല്ലാം n+1 m d+1 കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ച് whenever n+1 m d+1 കോഡ് ഉണ്ടോ, അവിടെ എല്ലാം ഒരു NMD കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള കോഡുകളുടെ ലാർജസ്റ്റ് സൈസിനെ അല്ലേ നമ്മൾ AQ എന്ന് പറയുന്നത് അല്ലേ. ആ ലാർജസ്റ്റ് സൈസ് ഫോർ ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ലെങ്ത് n ഡിസ്റ്റൻസ് ഡിയും ആകുമ്പോൾ ആ ലാർജസ്റ്റ് സൈസും, ലെങ്ത് n+1 ഡിസ്റ്റൻസ് d+1 ആകുമ്പോൾ ആ ലാർജസ്റ്റ് സൈസ് സെയിം ആയിരിക്കും. കാരണം ഇവിടെ എല്ലാം സൈസ് m സെയിം ആയിരിക്കും. മനസ്സിലായോ അല്ലേ? സോ അപ്പോൾ ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത് സെയിം ഫോർ ND and n+1 d+1. ക്ലിയർ ആയോ? ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ തിയറത്തിന് രണ്ടാമതൊരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. പാർട്ട് പറയുന്നത് സെയിം റിസൾട്ട് തന്നെ ലീനിയർ കോഡ്സിന് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ്. വായിച്ചു നോക്കിക്കോണേ. ലീനിയർ കോഡ്സിന്റെ കേസിൽ ആ ലാർജസ്റ്റ് സൈസിനെ നമ്മൾ B2 എന്നാ പറയുന്നത് അല്ലെ. ബൈനറി കോഡ് ആയതുകൊണ്ടാണ് ക്യൂവിനെ 2 ആയിട്ട് എഴുതിയത് കേട്ടോ. ഇവിടെ അതുപോലെ ക്യൂ അല്ല 2 ആണ്. ബൈനറി കോഡ്സിന്റെ കേസിൽ മാത്രമേ ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ടിന്റെ തിയറം തന്നെ, ഫസ്റ്റ് പാർട്ടിന്റെ പ്രൂഫ് തന്നെ യൂസ് ചെയ്താൽ മതി. ഒറ്റ കാര്യം നോട്ട് ചെയ്താൽ മതി, രണ്ട് കാര്യങ്ങൾ. സി ലീനിയർ ആണെങ്കിൽ സി ബാർ ലീനിയർ ആയിരിക്കും. അതുപോലെ ഡി ലീനിയർ ആണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഡി ഡാഷ് ലീനിയർ ആയിരിക്കും. അപ്പോൾ പിന്നെ ആ സെയിം റിസൾട്ട് ലീനിയർ കോഡ്സിന്റെ കേസിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.